നമസ്കാരം. നമ്മൾ ഓൺലൈനിൽ കാണുന്ന ഓരോ കാര്യത്തിലും അത് വൈറലാകുന്നതിലും നമുക്കൊരു പങ്കുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നമ്മളോടാണ്, ഓരോരുത്തരോടും നേരിട്ട് പറയുന്ന ഒന്നാണ്. എന്താന്നല്ലേ? നമ്മൾ വെറുമൊരു കാഴ്ചക്കാരനല്ല, മറിച്ച് ഈ കാണുന്ന ഡിജിറ്റൽ ലോകം മുന്നോട്ടു പോകാനുള്ള ഇന്ധനം നമ്മളാണ് എന്ന്. അതെ, ഇന്ധനം. കേട്ടിട്ടൊരു അതിശയം തോന്നുന്നുണ്ടല്ലേ? പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഓരോ ഷെയറും ഈ വലിയൊരു ഡിജിറ്റൽ സിസ്റ്റത്തിനെ എങ്ങനെയാണ് ചലിപ്പിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരി, നമുക്കതിലേക്കൊന്ന് കടന്നു നോക്കാം. നമ്മുടെ വിരൽത്തുമ്പ് ഒന്ന് സ്ക്രീനിൽ തൊടുമ്പോൾ അതൊരു സ്ക്രോൾ ആവാം, ഒരു ലൈക്ക് ആവാം. അവിടെ നമ്മളൊരു തീരുമാനമെടുക്കുകയാണ്. അറിയാതെയെങ്കിലും നമ്മൾ ആ സിസ്റ്റത്തോട് പറയുകയാണ്, ഹേയ്, ഇത് കൊള്ളാം, ഇത് ഇനിയും ആളുകൾ കാണണമെന്ന്. സത്യം പറഞ്ഞാൽ ഇതാണ് ഈ ഡിജിറ്റൽ ലോകത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം. അപ്പോൾ ഈ നെഗറ്റീവ് കാര്യങ്ങളും ഫേക്ക് ന്യൂസുമൊക്കെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കാട്ടുതീ പോലെ പടരുന്നത്? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അറ്റൻഷൻ, അതാണ് ഇവിടുത്തെ കറൻസി. നമ്മൾ എന്തിനാണോ നമ്മുടെ സമയം കൊടുക്കുന്നത് അത് വളരുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ധനമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഇന്ധനം ഉപയോഗിച്ച് ഓടുന്നൊരു യന്ത്രമില്ലേ? നമ്മൾ എന്ത് കാണണം, എന്ത് കാണണ്ട എന്നൊക്കെ ഒരു പരിധിവരെ തീരുമാനിക്കുന്ന ഒന്ന്. അതിനെ നമുക്ക് യന്ത്രമനുഷ്യൻ എന്ന് വിളിക്കാം. ആരാണ് ഈ യന്ത്രമനുഷ്യൻ? നോക്കാം. ഈ പറയുന്ന യന്ത്രമനുഷ്യനെന്ന് പറയുന്നത് ഒരു വികാരങ്ങളുമില്ലാത്ത ഒന്നാണ്. അതിന് മനസാക്ഷിയോ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ ഒന്നുമില്ല. അതിന് ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ: എങ്ങനെയും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. അതിനുവേണ്ടി അത് എന്തും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരു വിവാദത്തിനോ നെഗറ്റീവ് വാർത്തയ്ക്കോ ആയിരിക്കും എപ്പോഴും കൂടുതൽ റീച്ച്. എന്താ കാരണം? ഈ യന്ത്രമനുഷ്യന് നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ചറിയാൻ ഒരു കഴിവുമില്ല. അതിന് ലൈക്ക്, ഷെയർ, റീച്ച് എന്നീ നമ്പറുകൾ മാത്രമേ അറിയൂ. എവിടെയാണോ ആൾക്കൂട്ടം, അങ്ങോട്ട് കൂടുതൽ വെളിച്ചം കൊടുക്കും. അത്രയുള്ളൂ കാര്യം. അപ്പോൾ ഈയൊരു സിസ്റ്റം, അതായത് നമ്മൾ കൊടുക്കുന്ന ലൈക്കും ഷെയറും വെച്ച് പ്രവർത്തിക്കുന്ന, നന്മയും തിന്മയും തിരിച്ചറിയാത്ത ഈയൊരു സിസ്റ്റം അവസാനം നമുക്ക് മുന്നിലേക്ക് എന്ത് തരം കാര്യങ്ങളായിരിക്കും എത്തിക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് നോക്കാം. ഈ ജീവൻ വരെ പണയം വെച്ചുള്ള ചലഞ്ചുകളൊക്കെ ഓർമ്മയില്ലേ? സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയ്ക്ക് വൈറലാവുന്നത്? നമ്മൾ ചിലപ്പോൾ വെറും ഒരു തമാശയ്ക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത്തരം അപകടങ്ങൾക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾ. നമ്മൾ എന്തിനാണ് നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നത്? നമ്മൾ ഓരോ തവണ അത് കാണുകയോ കേൾക്കുകയോ അതിനോട് പ്രതികരിക്കുകയോ ചെയ്യുമ്പോൾ ആ വിദ്വേഷത്തിന് നമ്മൾ കൂടുതൽ ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന് നോക്കൂ. സത്യത്തെ കുഴിച്ചുനൂടിയിട്ട് നുണകൾ വാർത്തകളായിട്ട് വരുമ്പോൾ നമ്മൾ അത് വായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ നുണകൾ പ്രചരിപ്പിക്കുന്നവർക്ക് നമ്മൾ ഒരു പ്രതിഫലം കൊടുക്കുകയാണ്. അതെന്താ? നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അറ്റൻഷൻ. തലച്ചോറിനെ മരവിപ്പിക്കുന്ന ഒരു നിലവാരവുമില്ലാത്ത കണ്ടന്റുകൾ. നമ്മളതിന് ലൈക്കടിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മളെത്തന്നെയാണ് ചെറുതാക്കുന്നത്. അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നല്ല ഉള്ളടക്കങ്ങൾ കാണാനോ കേൾക്കാനോ ഉള്ള അവസരമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. ഇതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയുമോ? ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കാരണമാകാൻ ഒരുപാട് അധ്വാനമൊന്നും വേണ്ട, വെറും ഒരൊറ്റ ക്ലിക്ക് മതി. അത്ര സിമ്പിളായിട്ടാണ് ഈ ഡിജിറ്റൽ വിഷം നമ്മുടെ ഇടയിൽ പടരുന്നത്. ശരി, ചിലർ ചിന്തിച്ചേക്കാം, ഞാനിതൊന്നും ഷെയർ ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ഞാൻ വെറുതെ കണ്ടുപോകുകയുള്ളൂ, എന്റെ മൗനം കൊണ്ട് ആർക്കും ഒരു ദോഷവുമില്ലല്ലോ എന്ന്. പക്ഷേ ശരിക്കും അങ്ങനെയാണോ? നമ്മുടെ മൗനത്തിനൊരു വിലയുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. അതെ, ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മുടെ ഈ മൗനം, ഈ കണ്ടില്ലെന്ന് നടിക്കൽ, അതത്ര നിഷ്കളങ്കമാണോ? ഒന്നാലോചിച്ച് നോക്കൂ. ഒരു വിഷച്ചെടി മുളക്കുന്നത് കണ്ടിട്ട് നമ്മളത് മൈൻഡ് ചെയ്യാതെ വിട്ടാൽ എന്ത് സംഭവിക്കും? അത് വളർന്ന് പന്തലിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഓൺലൈൻ ലോകത്തെ വിഷവും. നമ്മൾ മൗനമായിരിക്കുമ്പോൾ ആ വിഷം പടരാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നന്മയുടെ ശബ്ദമില്ലാതാവുന്നു. നമ്മളൊരു നെഗറ്റീവ് കാര്യം വൈറലാക്കുമ്പോൾ ആ വിഷം ജയിക്കുന്നു. ഇതിലേത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം വേണ്ടേ? എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? എവിടെയാണ് തിരുത്തലിന്റെ തുടക്കം? തീർച്ചയായും പരിഹാരമുണ്ട്. നമുക്ക് നോക്കാം. പരിഹാരം വളരെ ലളിതമായ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുക. അതായത് കാണുന്നതെന്തും അതേപടി വിശ്വസിക്കരുത്. ചിന്തിക്കുക, ചോദ്യം ചെയ്യുക. രണ്ടാമത്തത്, നമ്മുടെ വിരൽത്തുമ്പുകളെ തിരുത്തുക. ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒന്നാലോചിക്കുക, ഇതാവശ്യമുണ്ടോ, ഇതുകൊണ്ട് ആർക്കെങ്കിലും ദോഷമുണ്ടോ എന്ന്. മൂന്നാമത്തത്,
നന്മയുടെ ഉറവുകൾ തേടുക, നല്ല കാര്യങ്ങൾ, നല്ല കണ്ടന്റുകൾ കണ്ടെത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. അവസാനമായി ഈയൊരു മുന്നറിയിപ്പ്, ഇത് നമ്മൾ നിസ്സാരമായി കാണരുത്. കാരണം ഈ യന്ത്രം ഇങ്ങനെ തന്നെ മുന്നോട്ടു പോയാൽ, നന്മയും തിന്മയും തിരിച്ചറിയാതെ ലൈക്കും ഷെയറും മാത്രം നോക്കി മുന്നോട്ടു പോയാൽ, ഒരു നാൾ നമ്മളെയും നമ്മുടെ ചിന്തകളെയും അതൊരു വേസ്റ്റായിട്ട് പുറന്തള്ളും. ഈ ഡിജിറ്റൽ ലോകത്തെ മികച്ചൊരിടമുളക്കാനുള്ള ഉത്തരവാദിത്തം ഓർക്കുക, അത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്.